നിഷ്കളങ്കത, കുസൃതി, കുറുമ്പ്. രണ്ടാഴ്ച കൂടുമ്പോ തമിഴ് സംവിധായകർ വരുമ്പോ എല്ലാ ആഴ്ച നെടുമ്പാശ്ശേരി ഇങ്ങനെ ഫ്ലക്സ് മാറിക്കൊണ്ടിരിക്കുക. ഒരേ ഒരാള് ഏയ് പടയപ്പ, ഏയ് തന്നാലി, ഏയ് Does Dhyan Srinivasan drink alcohol? പുറത്ത് കാണുന്നവർ നല്ല സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് ചിലവർ. കാരണം കുറെ താഴെ കമന്റ്സ് വന്ന് ഇപ്പൊ ഭയങ്കര ഓവറാണ്. അവനാ പറഞ്ഞ റിട്ടയർ ചെയ്തൂടെ എങ്കിലും ഇതിലൊരു 10 ഉണ്ട്, ചേട്ടനിൽ 5 ഉണ്ട്, ഞാൻ പറഞ്ഞ 15 മതി. ഈ പടത്തിൽ ഞാൻ പാട്ട് പാടി, എന്റെ പാട്ട് മാറ്റി. മനസ്സിലൊന്നും വെക്കൂല, ഒന്നും വെക്കില്ല, എല്ലാം പറയും. അതിപ്പോഴാണോ ചേട്ടൻ അറിയുന്നത്? നന്നായിട്ട് അറിഞ്ഞു. How many films maximum Dhyan Srinivasan can act in a year? Days of a year. അത് 365, 366. എത്ര ദിവസവും 2 ദിവസം അഭിനയിക്കും. What was Dhyan's first remuneration? അത് എനിക്ക് തോന്നുന്നു തിരക്ക് എനിക്കൊരു 5 ലക്ഷം. ഇപ്പോഴും അതേ ഉള്ളൂ. അല്ല, 100ാമത്തെ പടമായിരിക്കും എന്റെ ലാസ്റ്റ് പടം. പിന്നെ പോ, സത്യം, അതിപ്പോ തന്നെ ആവൂലോ. അതാ പറഞ്ഞ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഇത്രയും വയലൻസ് ആയിട്ടുള്ള പടത്തിൽ എങ്ങനെ ഇത്രയും ദിവസം ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഇരുന്നു ധ്യാൻ ചേട്ടാ? ഞങ്ങളില്ലല്ലോ ആ വയലന്റ് പോർഷനിലൊന്നും. അതെ, പടം കണ്ടില്ലല്ലേ? പടം കണ്ടു. അയ്യോ, ഞാൻ പടം കണ്ടു. ധ്യാൻ ചേട്ടനോട് പറഞ്ഞില്ല. പക്ഷേ ഇല്ലേ, ലാസ്റ്റത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ഇല്ലേ, ലൈക്ക് അത് ധ്യാൻ ചേട്ടൻ ചെയ്യുമെന്നൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത്. ആ ഡയലോഗ് ഇരുന്നൊക്കെ വന്നപ്പോ പെട്ടെന്ന് അധികകാലം കാണണം ആഗ്രഹം ഇല്ലാന്ന് തോന്നുന്നു. ആ ഫൈറ്റ് സീക്വൻസ് ഞാൻ ചെയ്തിരുന്നെങ്കിൽ. അപ്പൊ ഞങ്ങൾ എണീറ്റ് നിന്ന് കൈയടിച്ചാലേ. ചേച്ചേട്ടനെ അത്തരം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അവരെ ഏൽപ്പിക്കരുത്. ബുദ്ധിപരമായ കാര്യങ്ങൾ, പ്രൊമോഷണൽ ഇന്റർവ്യൂസ്. അല്ല, ഫൈറ്റ് ഗംഭീരായിരുന്നു. അല്ല, നമ്മള് പോകുന്ന രീതി കണ്ടപ്പോ പെട്ടെന്ന് ഒരു അതിപ്പോ ഞാനാണ് ചെയ്തിരുന്നെങ്കിൽ നീ ആലോചിക്കും, നീ ഇത് മാറ്റി പറഞ്ഞേനെ. അവള് പറഞ്ഞേനെ ആ ലാസ്റ്റ് ഫൈറ്റ് സിച്ചേട്ടൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ച് നന്നായേനെ നീ പറഞ്ഞേനെ. ഇവൻ തന്നെ പറയുന്നുണ്ട് അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കരുത്. അല്ല, അതൊരു ക്യാരക്ടർ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ. ഇതിൽ എന്താ നമ്മൾ കൃത്യമായിട്ട് അയാളുടെ ചൈൽഡ്ഹുഡ് ട്രോമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാണിക്കും. കോക്കാച്ചി പരിപാടി കാണിക്കുന്നുണ്ട്. അഥവാ ആ ലാസ്റ്റ് വരുന്ന ഫൈറ്റ് സീക്വൻസിൽ സിച്ചേട്ടൻ, അത് സ്പോയിലർ അല്ല, ബിക്കോസ് അത് പടത്തിന്റെ ട്രെയിലറിലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനായിരുന്നു ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ഉജ്ജ്വലൻ മരിക്കുന്നതായിരിക്കും അതിന്റെ എൻഡ്. ഉജ്ജ്വലനെ വളരെ ഇമോഷണൽ ഒരു പടമായി പോയിന്. ഉജ്ജ്വലന്റെ മരണം, ഇവരൊക്കെ മറ്റേ ഏറ്റവും കൂടുതൽ സങ്കടമാവുന്ന റോണി ചേട്ടനായിരുന്നു. കാരണം അങ്ങനെ ആയിരുന്നെങ്കിലേ പുള്ളി എപ്പോഴും ആലോചിക്കുന്ന അറിയാമോ, ഒരു ഇമോഷണൽ സീൻ കിട്ടി പൊളിക്കായിരുന്നു. അല്ല, ഇമോഷണൽ സീൻ ക്രിയേറ്റ് ചെയ്ത് അവനാട്ടാ. എന്റെ കോൺട്രിബ്യൂഷൻ അവനാണത്. അത് സ്പോയിലർ. അയ്യോ, അപ്പൊ ഇനി പറയാൻ പറ്റില്ല അല്ലെ, സ്പോയിലർ ആയി പോവില്ലേ? ഞാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ അത് സ്പോയിലർ ആവോന്ന് അറിയത്തില്ല. ഞാനൊക്കെ വിചാരിച്ചിരുന്ന ഒരു കില്ലർ മനസ്സിലായി. പറയണ്ട കരിമെടുത്തും കിട്ടി. എന്താ പിടിയിട്ട്? അല്ല, അത് ക്യാമറ ഓണല്ലേ, അത് പറയാൻ പറ്റില്ലാത്തോണ്ട് എന്റെ മനസ്സിൽ വേറെ ഒരാളായിരുന്നു. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം. അതെ, ഏകദേശം റോണി ചേട്ടന്റെ ക്യാരക്ടർ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു മണ്ടനായ പോലീസ് ആയിട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്. ഡോക്ടർ അല്ലേ? ഹലോ, ഭയങ്കര പാടല്ലേ അതൊക്കെ പഠിക്കാൻ. ഡോക്ടേഴ്സ് എപ്പോഴും പഠിച്ചോണ്ടിരിക്കാന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് ഇല്ലേ ഹരിഹർനാറില് ജതീഷന്റെ ക്യാരക്ടർ ഡെന്റിസ്റ്റ് അല്ലേ? ശരിയാ. അല്ല, പക്ഷെ എനിക്കൊന്ന് റോണി ചേട്ടന് എല്ലാവരും എടുത്തു പറഞ്ഞ ആശ്വാസം. കാരണം പലരും ഭയങ്കര കോമഡി സിനിമയാണ് അല്ലെങ്കിൽ ഭയങ്കര തമാശ പടമാണെന്ന് വെച്ച് പോയ ആൾക്കാരുണ്ട്. ഇത് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് ഭയങ്കര സീരിയസ് സ്വഭാവമുള്ള ത്രില്ലറാണ്. അപ്പോ റോണി ചേട്ടൻ എന്റെ ക്യാരക്ടറായിരുന്നു ഒരു ആശ്വാസം. കോമഡി പ്രതീക്ഷിച്ചു പോയവർക്ക് ഏറ്റവും ആശ്വാസവും ഏറ്റവും ആൾക്കാർ റിവ്യൂസ് ആയിക്കോട്ടെ കണ്ട ആൾക്കാർ അഭിപ്രായം വന്നതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ ക്യാരക്ടർ
റോണി ചേട്ടന്റെ അതെ അതെ സത്യം. ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ റോണി ചേട്ടൻ ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് ടച്ച് അല്ലെങ്കിൽ നല്ല രസമായിട്ട് തന്നെ ക്യാരി ചെയ്തിട്ടുണ്ട്. ആൻഡ് അമീൻ വേറെ ഏതോ ഒരു ലോകത്ത് പടം ഇറങ്ങിയപ്പോ സന്തോഷം മൊത്തം പോയല്ലോ അമീന്റെ. അല്ല പറഞ്ഞ വെച്ചാൽ അവന് കുറെ സീനുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞു. ചുമ്മാ അതെല്ലാരും സീരിയസ് ആയിട്ട് എടുത്ത് എനിക്ക് പേഴ്സണലൊക്കെ വിളിച്ചു ചോദിക്കുന്നത് സത്യം പറഞ്ഞു ഞാൻ നിന്റെ സീനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഇല്ല അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചുമ്മാ തമാശക്ക് പറഞ്ഞത്. ഇവൻ പറഞ്ഞ ഞാൻ ഇവന്റെ സീനൊക്കെ കട്ട് ചെയ്ത് അതല്ല സീനിൽ വരെ ഞാൻ ഇവനെ വിളിച്ചിട്ട് എടാ വാടാ സീരിയസ് ആയിട്ട് അന്ന് പ്രിവ്യൂ കഴിഞ്ഞിട്ടൊരു ക്ലിപ്പിംഗ് ഇറങ്ങി. ഇതെനിക്ക് പുള്ളി പറഞ്ഞു നീനകത്ത് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഇതിനകത്തല്ല കട്ട് ചെയ്ത് കളയെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞു. അത് ആൾക്കാർ സീരിയസ് ആയിട്ട് എടുത്ത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നു, എല്ലാരും വിളിച്ചു ചോദിക്കുന്നു സത്യം പ്രാവം നിന്റെ കട്ട് ചെയ്ത് കളഞ്ഞു അവ അങ്ങനത്തെ ഉള്ളവനാ. ഞാൻ പറയോ അത് ചുമ്മാ തമാശക്ക് പറഞ്ഞത്. ഈ ഒരുപാട് കമന്റ്സ് വന്നിരിക്കുന്നത് ധ്യാൻ വാ തുറക്കും അമീൻ വാ അടപ്പിക്കും. അങ്ങനൊന്നും ഞാൻ അതുകൊണ്ടല്ലേ ഇപ്പൊ തുറക്കാതിരിക്കുന്നത്. തോന്നി കമന്റ്സ് എല്ലാം വായിച്ചിട്ട് ഇപ്പൊ സൈലന്റ് ആയിട്ട് ഇരിക്കണേന്ന് തോന്നുന്നു. അങ്ങനെ ആവരുത്, ഞങ്ങൾ കമന്റ്സുകളൊക്കെ കേൾക്കുന്നു അല്ലേ. ഇവനെന്നെ അവിടുത്തെ ഷൂട്ടിന്റെ സമയം തൊട്ടിട്ട് ഇവനോടൊന്നും പറഞ്ഞു പിടിച്ചു വെക്കാൻ പറ്റില്ല. ആദ്യമായിട്ടല്ലേ ധ്യാൻ ചേട്ടൻ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരാളുടെ ഒപ്പം പിടിച്ചു വെക്കാൻ. സത്യം അല്ലേ എനിക്ക് പുതിയ തലമുറയിലുള്ള ആൾക്കാരോട് നമുക്ക് പിടിച്ചു വെക്കാൻ വലിയ വയസ്സുണ്ട് പുതിയ തലമുറ. ഇവ 21 വയസ്സേ ഉള്ളൂ, 37 വയസ്സ്. ഭയങ്കര ചർച്ച, അത് ഭയങ്കര വലിയ കാര്യം. അത് ഭയങ്കര ചർച്ച. അവന്റെ മുഖം കാണും സങ്കടമായി. 21 വയസ്സായെന്ന് വെച്ചാൽ അവനെ എന്തിനാ പൃഥ്വിരാജ് നന്ദനത്തിൽ അഭിനയിച്ചു 18-ാം വയസ്സിലാ 21 ഇങ്ങനെ ഒരു ബന്ധവും കുന്തലും കമ്പയർ ചെയ്യണം. ഭയങ്കര ചർച്ച. നമ്മളിവിടെ നിന്ന് പറയുന്നതെല്ലാം അവിടെ ചെന്ന് ചർച്ചയാ. 21-ാം വയസ്സിൽ പൃഥ്വിരാജ് ചക്രം അഭിനയിച്ചു, അമീൻ എന്താ ഇതിൽ ഡിറ്റക്റ്റീവിൽ അഭിനയിച്ചു, എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു. ഇതൊന്നും അറിയില്ലേ അമീൻ? ആ ചർച്ചയൊക്കെ കണ്ടല്ലേ? എനിക്ക് ആൾക്കാർ അയച്ചു തരുന്നുണ്ട്. ചർച്ച നീ തന്നെയാണ് ഈ ചർച്ച ഉണ്ടാക്കുന്നത് തന്നെ ഇവൻ തന്നെയായിരിക്കും. നിങ്ങളാണ് ചർച്ച ഉണ്ടാക്കിയത്. എനിക്ക് 21 വയസ്സുള്ളതെന്ന് പറഞ്ഞു. പൃഥ്വിരാജിന്റെ എൻട്രി അയ്യോ അത് കഴിഞ്ഞു വിട്. അടുത്ത ചോദ്യം. സിനിമ ഹിറ്റ് അടിച്ചില്ലേ? അതെ, അത് വെച്ചാൽ ആദ്യത്തെ പടത്തിൽ അഭിനയിക്കുന്നു, നിങ്ങൾ ഗ്യാങ് ആയിട്ട് ഒരുമിച്ച് വരുന്നു, ഫസ്റ്റ് പടം തന്നെ ഹിറ്റ് അടിക്കുന്നു, സക്സസ് സെലിബ്രേഷനും. അതൊരു ഭാഗ്യം തന്നെയല്ലേ? നമ്മളിത് കമ്മിറ്റ് ചെയ്യാൻ നേരത്തെ കമ്മിറ്റ് ചെയ്യാൻ അത് ഭാഗ്യമാണ് പറയട്ടെ. കമ്മിറ്റ് ചെയ്യാൻ നേരത്തെ ഒന്നാമത് വീക്കെൻഡിന്റെ പ്രൊഡക്ഷൻ, പിന്നെ നമ്മൾ ആ സ്റ്റോറി വായിച്ചപ്പോഴത്തേക്ക് തന്നെ ധ്യാൻ ചേട്ടൻ ഇതുവരെ ചെയ്യാത്തൊരു സ്റ്റോറി ലൈൻ. നമുക്കൊരു പ്രതീക്ഷ അന്നേ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷ ഇപ്പൊ ഇതൊക്കെ ചെയ്യൂ, അത് വേറൊരു തൊട്ട് പറഞ്ഞ കഥ വായിച്ചിട്ട് പറഞ്ഞ കാര്യം അതാ. ഇത് വേറെ ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കാതെ എന്റെ റോള്. അതിന് അഭിപ്രായം സജഷൻ കൊടുത്തത് അത്ര കഥയിലല്ല, എന്റെ റോള് മിസ്കാസ്റ്റ്. അല്ല, ഇതുപോലെ ധ്യാൻ ചേട്ടൻ പറഞ്ഞില്ലേ എനിക്ക് ആകപ്പാട് ഈ ഒരു ഫിലിം കണ്ടതിൽ ഒരു എററായിട്ട് തോന്നിയത് ഇവരുടെ സീൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയണം, അത് മാത്രം ഒരു എററായിട്ട് തോന്നിയെന്ന് ഒരു ഇന്റർവ്യൂ പറഞ്ഞു. എപ്പോ പറഞ്ഞടാ? പറഞ്ഞാണ്. അയ്യോ ഇന്റർവ്യൂ പറഞ്ഞു. കുറഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. അല്ല തമാശക്കാണ്, നിങ്ങൾ സീരിയസ് ആക്കല്ലേ? തമാശയാണ്, എല്ലാം തമാശയാണ്. പുറത്ത് കാണുന്നവര് നല്ല സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് ചിലതൊക്കെ. കാരണം കൊറേ താഴെ കമന്റ്സ് വന്ന് ഭയങ്കര ഓവറാണ്. അതാരെന്നറിയാമോ? ഞാൻ തന്നെ അടിക്കുന്നത് ഭയങ്കര ഓവറാണല്ലോ. എന്റെ PR ടീമാണ്. അത് ഞാൻ ഒരുപാട് കണ്ടു. എനിക്കൊന്നും അത് അമീൻ സൈലന്റ് ആയിട്ട് ഈ കമന്റ്സിന്റെ ഇടയിൽ തന്നെ ഇവന്റെ PR ടീമും എന്റെ PR ടീമും ഉണ്ട്. അമീൻ തീ, അതിന് താഴെ ധ്യാൻ കംബാക്ക് തീ, അമീൻ തീ, അതിന് താഴെ ധ്യാൻ കംബാക്ക് തീ. അതിനിടയിൽ ഒരു റോണി സൂപ്പർ ഇടയില്. അത് PR ടീമല്ല, സിംഗിൾ ഒറ്റയ്ക്ക് കയറാൻ പറ്റണ്ട. ഇത് രണ്ടെണ്ണം മാറി മാറി വരികയല്ലേ. ചേട്ടൻ ആലുവയാണ്. ആലുവ മാർക്കറ്റിൽ നിന്ന് ആരാടാ അന്ന് വന്നപ്പോ കുറച്ച് ആൾക്കാർ ഇറക്കില്ലേ കൈയടിക്കാന് ആരും കൈയടിച്ചില്ലല്ലോ. കണ്ണടച്ച് കാണിച്ചു, ഞാൻ കണ്ടു. കുതിരയുടെ പറഞ്ഞില്ലേ
കുതിര കിട്ടിയില്ല നമുക്ക് ആ സമയത്ത്. ആലും ഒരു ഗ്യാങ് തന്നെ ഉണ്ടല്ലോ ശ്രീചേട്ടന്, കൊറേ ഗ്യാങ്. മലയാള സിനിമ മാറ്റിമറിച്ച ഗ്യാങ്ങാണത്. അതെ, മാറ്റിമറിച്ച ഗ്യാങ്. ആ ഗ്യാങ്ങുകൾ എല്ലാരും കണ്ടോ ഈ പടം? അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുണ്ട്. ഇല്ല, കണ്ടിട്ട് എല്ലാരും ഷൂട്ടും അങ്ങനെ തിരക്കുകളിലൊക്കെ. ഇതൊക്കെ സ്പെയിനിലും തോന്നും. ഓക്കെ. കണ്ടല്ലോ ഈ സീരിയൽ കില്ലറിനെ കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നല്ലോ. അവനൊന്ന് സംസാരിക്കില്ല എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ നീ ചോദ്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോ തല ഭാഷ കാണിക്കുമായിരിക്കും. ഈ പടത്തിൽ എത്ര പേരെ കൊന്നു? 5 പേരൊക്കെ കൊന്ന? 4 പറയണ്ട, 4 ആയിരിക്കും, 5 ആയിരിക്കും, 6 ആയിരിക്കാം. അടുത്ത് ചോദിക്കും. ഇതിൽ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ചുമ്മാ ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കാം. കൊന്നിട്ടായിരിക്കണേ, കൊന്നവനായിരിക്കണേ, ഇതിലാരെങ്കിലും കൊല്ലാൻ തോന്നുന്നുണ്ടോന്ന്? ഇതിലാരെങ്കിലും കൊല്ലാൻ തോന്നുന്നുണ്ടോ? ധൈര്യമായിട്ടാ. ഇഷ്ടികയിലല്ലോ ചുറ്റിക. എന്തുകൊണ്ടാ ആംഗ്യത്തിലൂടെ കാണിച്ചു? എന്തുകൊണ്ടാ ധ്യാൻ ചേട്ടനെ കൊല്ലണം എന്ന് തോന്നിയേ? നായകനായതുകൊണ്ട്. ഒരുപാട് പടങ്ങൾ കിട്ടുന്നോണ്ടാണോ? ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലപ്പോ എന്റെ കുറച്ച് പടങ്ങൾ, അതുകൊണ്ടാണോ? ഞാനല്ലേ ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഒരു സെഗ്മെന്റിലേക്ക് പോവാണേ. എന്നുവെച്ചാൽ ഗൂഗിളിലെ ഏറ്റവും കൂടുതൽ ധ്യാൻ ചേട്ടനെ പറ്റി സെർച്ച് ചെയ്തേക്കണ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എന്നെ പറ്റി മാത്രം ഡോക്ടർ ഒക്കെ ഇരിക്കുമ്പോ അല്ല, ഇത് ഓൾറെഡി മറ്റേ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത്, അപ്പൊ ഇതെങ്കിലും എനിക്ക് ഇറക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിയാണ്. അപ്പൊ ഞാൻ ധ്യാൻ ചേട്ടൻ ഇരുന്ന് പൊളിച്ചു ക്വസ്റ്റ്യനും വായിക്കണേ. ഇത് പൊളിച്ചു കഴിഞ്ഞാലേ ഇങ്ങനെ വായിച്ചാ മതിയോ? അടുത്ത ഉത്തരം. വൈ മലയാളീസ് ഫീൽ എ സ്ട്രോങ് എഫെക്ഷൻ ടു ധ്യാൻ. എന്തുകൊണ്ടായിരിക്കും ധ്യാൻ ചേട്ടാ? അത് എന്നോടാണോ ചോദിക്കണ്ടേ? അത് എന്നോടല്ലേ ചോദിക്കണ്ടേ? എന്തുകൊണ്ടായിരിക്കും മലയാളീസിന് ഇത്രയും? ഞാൻ മലയാളി അല്ല. റോണി ചേട്ടൻ പറ. Does Dhyan Srinivasan have a crush towards anyone? വരും അത്. എന്ത് കില്ലറിനോട് ചോദിക്കും. കില്ലർ മലയാളി പ്രേക്ഷകർക്ക് എന്ത് ഇത്രയും ധ്യാൻ ചേട്ടൻ ഇഷ്ടപ്പെടാൻ കാരണം? ആക്ഷൻ കാണിച്ചോ? ഇങ്ങനെ 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 എല്ലാം കാണിച്ചോ? നിഷ്കളങ്കത, കുട്ടിത്തം, ഓ കുസൃതി, കുറുമ്പ്. അല്ല, ഡോക്ടർ എന്താ പറയാറുണ്ട്? ക്യാമറ ഓഫ് ആയിട്ട് പറഞ്ഞോളാം. നിഷ്കളങ്കൻ അല്ലേ? ഇതൊക്കെ അല്ല, ആ നിഷ് മാറ്റിയേക്ക്. മനസ്സിലൊന്നും വെക്കൂല, ഒന്നും വെക്കില്ല. എല്ലാം പറയും. അതിപ്പോഴാണോ ചേട്ടൻ അറിയുന്നത്? നന്നായിട്ട് അറിഞ്ഞു, കുറച്ച് മുമ്പേ അറിഞ്ഞു. അടുത്ത ചോദ്യത്തിൽ പോട്ടെ. Can Dhyan Srinivasan സ്വിം? ഞാൻ പാട്ട് പാടിയിട്ടുണ്ടല്ലോ. 2 പാട്ട് പാടുന്നു പറയരുത്. ഈ പടത്തില് ഞാൻ പാട്ട് പാടി, എന്റെ പാട്ട് മാറ്റി. ഞാൻ കേട്ടായിരുന്നു. അതേത് പാട്ടാ? എടാ അതുണ്ടോടാ ഞാൻ പാടിയത്? നെപ്റ്റ്യൂണില്ലേ? ഞാൻ അത്രയും പോയി പാടി, എന്റെ പാട്ട് കട്ട് ചെയ്ത ആൾക്കാരാണ്. അത് 2 പേര് പാട്. അത് കേട്ടിട്ടില്ലല്ലോ ഞങ്ങൾ. ശരിയാവാത്തോണ്ടാണല്ലോ കട്ട് ചെയ്ത് ഓടെ. നീ മാത്രം. എനിക്ക് 3ാമത്തെ ചോദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ടു. 3ാമത്തെ ചോദ്യം. Does Dhyan Srinivasan drink alcohol? എന്താ ആൾക്കാര് സെർച്ച് ചെയ്ത് വെക്കുന്നതാ. ജീരകവെള്ളം കുടിക്കോ? അല്ല, ഇവരോട് ചോദിക്കണം എന്നല്ലേ പറഞ്ഞ? പറ. സെർച്ച് ചെയ്താണോ? പറ, ഇവരോട് ചോദിക്കണം എന്നല്ലേ പറഞ്ഞേ? റോണി ചേട്ടൻ പറ. എന്ത്? Does Dhyan Srinivasan drink alcohol? Of course, he has got all the right to drink alcohol because the government is selling it. അതല്ല, does. Yes. Why? എപ്പോഴാ? ഞാൻ കുടിക്കാറില്ലല്ലോ. മാലയുടെ ശബരിമലയ്ക്ക്. ഇല്ല, ഞാൻ എത്ര കാലമായിട്ട് നിർത്തിയിട്ട്. Okay, next. Does Dhyan Srinivasan has any kind of phobia? ഫോബിയ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഓക്കെ. Does Dhyan Srinivasan have a tattoo? ടാറ്റു? ടാറ്റു ഉണ്ട്, വൈഫിന്റെ പേര്. Okay. How much is Dhyan Srinivasan worth? Worth? വെറുത്താണോ?
ഓരോരുത്തർ വെറുത്ത് കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണ്ടല്ലേ. വേർത്തെന്ന് വെച്ചാൽ എന്താണ് എന്റെ കയ്യിലുള്ള കാരണം കൊറേ പടങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ചേട്ടൻ ഇന്റർവ്യൂ പറയുന്നുണ്ടാവും. മില്യൻസ് അതെ എന്റെ അറിയാത്ത പോലെ എനിക്ക് 15 കോടി 15 കോടിയോ എന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പടങ്ങളെല്ലാം നിർത്തുക. വയ്യ, കൊറേ സമ്പാദിച്ച് ഇനി എനിക്ക് വയ്യ, ഹെൽത്ത് ഒക്കെ നോക്കി റിട്ടയർമെന്റ് ലൈഫ് ജീവിക്കും. സത്യമാണോ? ഇവനാ പറഞ്ഞ റിട്ടയർ ചെയ്തൂടെ ഇനിയെങ്കിലും, ഒരുപാട് ചെയ്തില്ലേ, എത്രയുണ്ട് കയ്യിൽ, ഇല്ലെങ്കിൽ ഞാൻ തരാം, എന്റെ ഒരു 10 ഉണ്ട്, ചേട്ടനിൽ എത്ര ഉണ്ട്, 5 ഉണ്ട്, ഞാൻ 15 മതി, 15 ഉണ്ട് ഇപ്പൊ, ഇവൻ തരുന്ന 10ഉം കയ്യിലുള്ള 5. അടുത്ത ഡസ് ധ്യാൻ ശ്രീനിവാസൻ ലൈവ് ഒരിക്കലും ഇല്ല. ഇല്ല, ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇന്ന് പറഞ്ഞു how many films maximum Dhyan Srinivasan can act in a year? Days of a year. അത് 365, 366. എത്ര ദിവസം 2 ദിവസം അഭിനയിക്കും. അതിപ്പോ ഒരു ദിവസം. ഈ ക്വസ്റ്റ്യന് ആൻസർ ഇല്ല. അടുത്ത ക്വസ്റ്റ്യന് അല്ല അല്ല, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും. ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ വർഷമൊക്കെ ചെറുതും വലുതായിട്ടൊക്കെ ഒരു 17-18 പടത്തിൽ അഭിനയിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇയർ. അതിന് ആൻസർ ഉണ്ട്. അതിലിപ്പോ കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ് 13. അല്ല, അങ്ങനെ ഒരു പക്ഷെ അഭിനയിച്ചിട്ടുണ്ടാവാൻ ഞാൻ കുറച്ചധികം ഉണ്ട്. ഈ പണ്ടത്തെ ആക്ടേഴ്സ് ഇങ്ങനെ ഓരോ ടൈം കുറെ മൂവീസ്, ഇപ്പൊ ഷീലാമ്മയുടെ ഒക്കെ ഇന്റർവ്യൂ എടുത്തപ്പം സിനിമ പോലും ഓർമ്മയില്ല, അത്രയും അതുപോലെ ആയിരിക്കുന്നല്ലോ. ഇപ്പൊ ധ്യാൻ ചേട്ടൻ ഇപ്പം അഭിനയിച്ചിട്ടുണ്ടോ, എത്ര കൗണ്ട് അങ്ങനെയൊക്കെ വല്ല ഓർത്തിരിക്കുന്നില്ലല്ലോ ഇപ്പൊ. പടത്തിന്റെ പേര് 150 100 അല്ല, ഇനി ഇറങ്ങാനും അഭിനയിച്ചതെല്ലാം കൂട്ടി വെച്ച് നോക്കുമ്പോ ഒരു 80-90 ഒക്കെ ആയിട്ടുണ്ട്. 80-85. പക്ഷെ വിക്കിപീഡിയയിലൊന്നും ഇല്ല അതിനകത്ത്. പക്ഷെ എന്തായാലും അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. കാരണം 100 ഫിലിം ഭയങ്കര ഇതല്ലേ, ദിലീപേട്ടന്റെ ഒക്കെ 100ാമത്തെ പടം കാര്യസ്ഥനൊക്കെ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. ഇതങ്ങനെ ഓർക്കാൻ സാധ്യത വരില്ല. അടിക്കും ഞാൻ DS 100. ധ്യാൻ ശ്രീനിവാസൻ 100. അല്ല, 100ാമത്തെ പടമായിരിക്കും എന്റെ ലാസ്റ്റ് പടം. പിന്നെ പോ സത്യം, അതിപ്പോ തന്നെ ആവൂലോ. അതാ പറഞ്ഞ. കാരണം അധികകാലം എന്നാ മലയാളികള് വെച്ചോണ്ടിരിക്കൂല. ഇതൊരു ആശ്വാസം മാത്രമാണ്. ഇനി വരാനിരിക്കുന്നുണ്ട്. വേർ ധ്യാൻ ശ്രീനിവാസൻ spends his time while there are no shootings. വീട്ടിൽ തന്നെ. What was Dhyan's first remuneration? അത് എനിക്ക് തോന്നുന്നു തിരക്ക് എനിക്കൊരു 5 ലക്ഷം രൂപ കിട്ടി. അതാണ് ഫസ്റ്റ്. ഇപ്പോഴും അതേ ഉള്ളൂ. ലാസ്റ്റ് റെമ്യൂണറേഷൻ അല്ല, ഇപ്പൊ എനിക്ക് വീക്കെൻഡ് ഒരുപാട് പൈസന്ന് കേട്ടോ. ഇനിയും വെളിപ്പെടുത്താൻ താല്പര്യമുണ്ടോ? അത് അവര് ഇപ്പൊ ഇത് അസോസിയേഷൻകാര് വിടും. ഇതിന്റെ പ്രൊഡ്യൂസർ അസോസിയേഷൻ സുരേഷ് അങ്കിള് വിടും. എന്റെ കയ്യിൽ തന്നോ. ധ്യാൻ ചേട്ടന് ഇപ്പം തെലുങ്കുന്നും തമിഴിന്നൊക്കെ ഓഫേഴ്സ് വന്നിട്ടില്ലേ, അതെന്തുകൊണ്ട് ആക്ട് എടുക്കാത്തത്? എന്താ മലയാളത്തിന് സമയമില്ലാത്തോണ്ട്. നല്ല പടമൊക്കെ വന്നു. അപ്പൊ കാരണം ഞാനത് ഇടക്ക് പറയുന്നത്, ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വരുമ്പോ എപ്പോ നോക്കിയാലും എന്റെ പോസ്റ്റർ ആരെന്താ എപ്പോ பார்த்தாலும் பெரிய നടികരാ. അങ്ങനെ 1-2 ബാനർ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോ ഇതൊക്കെ വിളിച്ചായിരുന്നു. പക്ഷെ ഇവിടെ പടമുള്ളതുകൊണ്ട് പോകാൻ പറ്റില്ല. അതിന് വലിയ ബാനറിൽ നിന്നൊക്കെ വന്നിരുന്നു. 1-2 വലിയ ബാനറിൽ നിന്നൊക്കെ വന്നു. പക്ഷെ നമുക്ക് മലയാളം വിട്ടിട്ട് ഇവിടുത്തെ നമുക്ക് വാക്ക് പറഞ്ഞ കമ്മിറ്റ് ചെയ്ത പരിപാടി ഉണ്ട്. അതുകൊണ്ട് വലിയ ബാനർ അല്ല, പിടിച്ച പരിപാടികൾ വിടാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തില്ല. 2 ആഴ്ച കൂടുമ്പോ തമിഴ് സംവിധായകർ വരുമ്പോ എല്ലാ ആഴ്ചയും നെടുമ്പാശ്ശേരി ഫ്ലക്സ് മാറിക്കൊണ്ടിരിക്കുക. ഒരേ ഒരാള് പടയപ്പ തെന്നാലി മാറിക്കൊണ്ടിരിക്കുക. ഒരു ഫോട്ടോ എടുത്തിട്ട് பெரிய நடிகை போல இருக்கு, ஒவ்வொரு வாரம் ஹிட் கொடுத்துட்டு இருக்காங்க. ഓടിക്കൊണ്ടിരിക്കുക വീട്ടില്. ചേട്ടാ പിന്നെ വിളിക്കാം. ഞാൻ തമിഴ് പടം ചെയ്തു, ഒരു തമിഴ് പടം കൂടെ ചെയ്യുന്നുണ്ട്. ആരും അറിയില്ല, പക്ഷേ തമിഴന്മാർ അറിഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ തെണ്ടി മലയാളികൾ അറിയും. ഒരു കമലഹാസന്റെ പടത്തിന്റെ കൂടെ ഒരു ക്ലാഷ് ഇല്ല, എല്ലാത്തിനോടും. കമലഹാസൻ സാറിന്റെ ഒപ്പം ഉണ്ടോ? അല്ല, സാറിനോടൊപ്പം ഉണ്ട്. അല്ല, പുള്ളിയുടെ തഗ് ലൈഫ് എന്ന് പറയുന്ന പടത്തിന് ക്ലാഷ് ആയിട്ട് ഒരു പടം ഇറക്കുന്നുണ്ട്, തഗ്.
സീരിയസ് ആയിട്ട്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ പടം അവന് അതുകൊണ്ട് ഒരു ഇതുണ്ട് നമ്മളെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പൊ ഇനി പ്രൊമോഷൻസ് ഒക്കെ ചെന്നൈയില് എന്തായാലും ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടാവൂല്ലോ. ചെന്നൈയിലത്തെ അവിടുത്തെ ചാനൽസ് ഒക്കെ ഇന്റർവ്യൂസ് എന്തായാലും വിളിക്കും. ആമാ 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 തമിഴ് ഒരു കലക്ക് കലക്ക്. പക്ഷെ തമിഴ് പടമാണോ? അല്ലല്ലല്ല തമിഴ് 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 ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ പ്രൊമോഷൻ. പക്ഷെ ഇവിടത്തെ ഇതൊന്നും വിട്ടുകൊടുക്കല്ലോ കേട്ടോ. അവിടെ ഇനി അവരിങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും. അവിടുത്തെ ഇന്റർവ്യൂസ് ഒന്ന് ഹിറ്റാക്കി നീ കൊടുക്കരുത്. അവിടെ വാ, ഒരു പന്ന ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. Sorry, കെന്നൽ ഷോ എന്നാ പന്ന ഷോ, എന്നാ പന്ന ഷോ. ധ്യാൻ ചേട്ടാ. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയാ, ഇതിന് മുന്നേ നമ്മൾ സക്സസ് സെലിബ്രേഷൻ ആയിട്ട് ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായത് ദിലീപേട്ടന്റെ ഒപ്പമായിരുന്നു, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അന്ന് ധ്യാൻ ചേട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ദേ അടുത്തത് പെട്ടെന്ന് തന്നെ ഡിക്റ്റേറ്റീവ് വിജിലൻ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് തന്നെ. സക്സസ് സെലിബ്രേഷൻ ഇന്റർവ്യൂ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഓൾറെഡി നമ്മൾ വിധി അറിഞ്ഞു കഴിഞ്ഞു അല്ലെ, അതിന്റെ റിസൾട്ട് എന്താണ് നമ്മുടെ കയ്യിൽ ഇരിക്കുക. അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളുടെ എല്ലാവരും ഇത് കില്ലറിന്റെ ജീവനുണ്ടോ? ചൂടെടുക്കുന്നുണ്ട് പാവട്ടോ. അടുത്ത ഇനി ഇതിൽ നിന്ന് സംസാരിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കണം. അല്ല, ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ കഴിയുമ്പോ അവൻ മുഖംമൂടി മാറ്റി വരും. മുഖംമൂടി മാറ്റി വരുന്നതായിരിക്കും. കാരണം ഈ ഫിലിമിന്റെ ഒരു മെയിൻ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ ഈ പുള്ളി ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഫേസ് ഒന്ന് റിവീൽ ചെയ്യാതെ ശബ്ദം പോലും കേൾപ്പിക്കാതെ ഇവിടെ ഇരുത്തുന്നു. മൈൻഡ് ആക്കാത്തതല്ലാട്ടോ. ഇനി കമന്റ് വരും അതിന്റെ പാവത്തെ പിടിച്ചിരുത്തുന്നു, ഒരു ചോദ്യം പോലും ഞാൻ ചോദിച്ചില്ല എന്നും പറഞ്ഞു. അപ്പൊ ധ്യാൻ ചേട്ടാ, അമീൻ, സിജു ചേട്ടാ, റോണി ചേട്ടാ, വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു ഹാപ്പിനെസ് എന്ന് നിങ്ങളുടെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.